മലപ്പുറം പാണക്കാട് മലയിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട മലപ്പുറം വേങ്ങര റോഡിലെ മണ്ണ് നീക്കൽ ഇന്നും തുടരും. ഇന്നലെ വൈകിട്ട് 6 മണി വരെ 238 ലോഡ് മണ്ണാണ് നീക്കം ചെയ്തത്. 35 ലോറികളും 5 മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം നടക്കുന്നത്. ഇടവിട്ട് പ്രദേശത്ത് മഴ തുടരുന്നതിനാൽ റോഡിലെ മണ്ണ് നീക്കിയാലും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ സംസ്ഥാന പാത തുറന്നുകൊടുക്കാനാവൂ. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ? മണ്ണ് നീക്കൽ ആരംഭിച്ചിട്ടുണ്ടോ? അശ്വൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും മിനിഞ്ഞാന്ന മണ്ണിടിച്ചിലുണ്ടായ ആ മലയാണിത്. അവിടുത്തെ മണ്ണ് ഇപ്പോൾ നീക്കി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 240 ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് നീക്കിയത്. വലിയ തോതിൽ യന്ത്ര സംവിധാനങ്ങളും ലോറികളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇന്നും ഇപ്പോൾ രാവിലെ തന്നെ നേരത്തെ തന്നെ 7 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ മണ്ണ് നീക്കൽ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് മാത്രമാണ് ഇവിടേക്ക് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പ്രവേശനവും ലഭിച്ചുള്ളൂ. ഇന്നലെ ഒന്നും ഇങ്ങോട്ട് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. കാരണം ഇന്നലെയും മഴ തുടരുകയും ഒപ്പം തന്നെ മല ഇടിയുന്നതിനുള്ള സാധ്യതകളൊക്കെ വീണ്ടുമുണ്ട്. ഇപ്പോഴും ചെറിയ തോതിലൊക്കെ ഇന്നലെ രാത്രിയും അവിടെ നിന്ന് മണ്ണ് ഒലിച്ച് വരുന്നുണ്ട്. ഇപ്പോഴും മുകളിൽ നിന്ന് വെള്ളം ഒക്കെ താഴേക്ക് വരുന്നു. ഏത് സമയത്തും ഇത്തരം മഴ ശക്തമാവുകയാണെങ്കിൽ വീണ്ടും സമാനമായ രീതിയിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് ഈ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെല്ലാവരും പറയുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് കാണാം, ആ മുകളിൽ നിന്ന് തന്നെ വീണ്ടും ചെറിയ തോതിൽ ഇപ്പോൾ ഇടിച്ചിൽ അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അത് തുടരുകയാണെങ്കിൽ, അത് വലിയ തോതിൽ മഴയും തുടരുകയാണെങ്കിൽ വീണ്ടും ഈ ഭാഗത്തേക്ക് മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വരാൻ തന്നെ സാധ്യതയുണ്ട്. ഈ സംസ്ഥാന പാത പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. ഏകദേശം ഒരാൾ പൊക്കത്തിൽ തന്നെ ഇവിടെ പാതയിൽ മുഴുവൻ മണ്ണ് നിറഞ്ഞതായിരുന്നു. ഇന്നലത്തോടു കൂടിയാണ് അവ മാറ്റാൻ കഴിഞ്ഞത്. തൊട്ടപ്പുറത്ത് കടലുണ്ടിപ്പുഴയാണ്. ആ പുഴയോട് ചേർന്നുള്ള ഭാഗത്തും മണ്ണും പാറക്കഷ്ണങ്ങളും മരങ്ങളും ഒക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അവയെല്ലാം അഗ്നിശമന സേന ഈ വിഭാഗം ഇന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും ഇന്നും അവർ പറയുമ്പോൾ ഒരു 200 ലോഡിലധികം മണ്ണ് ഇനിയും മാറ്റാനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ മണ്ണ് മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ റോഡിലൂടെ വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. പക്ഷേ കാലാവസ്ഥ അനുസരിച്ചും മഴയുടെ അലേർട്ട് അനുസരിച്ചും മാത്രമായിരിക്കും ഈ റോഡ് തുറന്നു കൊടുക്കാൻ കഴിയൂ എന്ന് തന്നെയാണ് റവന്യൂ വിഭാഗവും പറയുന്നത്. കാരണം ഏത് സമയത്തും ഇത്തരത്തിലുള്ള ഒരു പാണക്കാട് മണ്ണിടിഞ്ഞ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.